നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൂത്താളി പുറയങ്കോട് ശ്രീ മഹാശിവക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് തുടക്കമായി. ക്ഷേത്ര പരിപാലന സമിതി മുൻ ഭാരവാഹികളെ വേദിയിൽ ആദരിച്ചു. നവീകരണ കലശം 14 മുതൽ 20 വരെ നടക്കും. 2000-ഓളം വർഷം പഴക്കമുള്ള കൂത്താളി പുറയങ്കോട് ശ്രീ മഹാശിവക്ഷേത്രത്തിൽ നവീകരണ കലശം ആരംഭിച്ചു. പടിഞ്ഞാറ് ദർശനമായി ഭഗവത് പ്രതിഷ്ഠയുള്ള അപൂർവം ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പുറയങ്കോട് ക്ഷേത്രം. ഹനുമാൻ സ്വാമിക്ക് പ്രതിഷ്ഠയും പൂജയും സന്താന സൗഭാഗ്യത്തിനായി അടിമമൂട്ടൽ എന്ന വിശേഷാൽ വഴിപാടും കാവേരി തീർത്ഥവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമുള്ള തീർത്ഥവും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഫെബ്രുവരി 14 മുതൽ 24 വരെയാണ് നവീകരണ കലശം. കലശത്തിന്റെ മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ചൊവ്വാഴ്ച വൈകിട്ട് നടന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പൂർവ്വകാല ക്ഷേത്ര ഭാരവാഹികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബാബുരാജ് കാളംകുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VP ഉണ്ണികൃഷ്ണൻ ക്ഷേത്രകലശ വിശദീകരണം നടത്തി. വർഷത്തിന്റെ പഴക്കത്തിന്റെ ഇടയിൽ കുറെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇവിടെ ഒരു വിളക്ക് തെളിയിച്ച് ആരാധന നടത്തിയത്. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം കരിങ്കല്ലുകൊണ്ട് പണിത വളരെ പ്രസിദ്ധമായ ക്ഷേത്രമായിരുന്നു എന്ന് ഇവിടെയുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൗരാണികതയ്ക്ക് യാതൊരു ഭംഗവും വരാതെ ആധുനികവൽക്കരിക്കുമ്പോഴും നവീകരിക്കുമ്പോഴും പൗരാണികത നിലനിർത്തണമെന്ന് പരിപാലന സമിതി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി സംരക്ഷിക്കാൻ പറ്റാവുന്ന എല്ലാ ശേഷിപ്പുകളെയും സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 നമസ്കാര മണ്ഡപത്തിൻ്റെ തറയും തൂണും എല്ലാം അങ്ങനെ തന്നെ സംരക്ഷിച്ചത്. മേൽക്കൂര മാത്രമേ മാറ്റിയിട്ടുള്ളൂ. വലിയ ബലിക്കൽ പ്രതിഷ്ഠ കേളോത്ത് രവീന്ദ്രൻ, KM സുരേന്ദ്രൻ, M മോഹനകൃഷ്ണൻ നമ്പ്യാർ, CM ദിനേശ് കുമാർ, ET ശ്രീനിവാസൻ മാസ്റ്റർ, EV മനോജ്, CK ബിന്ദു എന്നിവർ സംസാരിച്ചു. KK ബിജു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് TP നാരായണൻ നന്ദി പറഞ്ഞു. മഹാദേവ പ്രതിഷ്ഠ 21-ന് നടക്കും. ഫെബ്രുവരി 24-ന് കലശം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.